Friends, I'm Rahul. Welcome to Mentor of X YouTube channel. സോ നമുക്ക് നാളത്തെ മാർക്കറ്റ് അനാലിസിസിലോട്ട് പോകാം. അതിന് മുന്നേ ഇന്ന് എങ്ങനെയായിരുന്നു മാർക്കറ്റ് റിയാക്ട് ചെയ്ത് ഇന്ന് എങ്ങനെയായിരുന്നു നിഫ്റ്റിയിൽ ട്രേഡ് വന്നത് എന്ന് നമുക്ക് നോക്കാം. ആൻഡ് ഓവറോൾ ഇന്ന് നിഫ്റ്റിക്ക് ഒരു ബിയറിഷ് ടു സൈഡ് വേസ് മൂവ്മെൻ്റ് ആയിരുന്നു. ബട്ട് ലാസ്റ്റ് ഡേയിൽ പ്ലാൻ ചെയ്ത പോലെ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ യു മസ്റ്റ് ബി പ്രോഫിറ്റ്. ഓക്കെ, ജസ്റ്റ് ഞാനത് കാണിച്ചു തരാം. ഓക്കെ, പിന്നെ ഈ ഒരു മൊമെൻറ്റിൽ ആൾക്കാർ ഹോൾഡ് ചെയ്യുന്നവർക്ക് സൈക്കോളജിക്കൽ ഇഷ്യൂ വന്നിട്ട് ലോസിൽ പോകാനുള്ള ചാൻസും ഉണ്ട്. കാരണം ചെറിയ ലോസ് കാണുമ്പോൾ പേടിച്ച് ഇറങ്ങിയവരൊക്കെ ഉണ്ടാവും. ഇറ്റ്സ് ഫൈൻ, ദാറ്റ്സ് ബെറ്റർ. ഓക്കെ, നിങ്ങൾ ചെറിയ ലോസിൽ നിങ്ങളുടെ ട്രേഡ് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ഓക്കെ, നാളെ നമുക്ക് നല്ല ട്രേഡ് കിട്ടും. സോ ലോസ് ബിഗ് ആകാതിരിക്കുക, അത് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ ഇന്നലെ ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സെൽ ഓൺ ദ റൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ചതിൻ്റെ ഉള്ളിൽ കയറിയ ട്രേഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് നമ്മൾ ഈ ഒരു ട്രേഡും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഇതേപോലെ ഒരു സ്ട്രോങ് ക്യാൻഡിൽ വെച്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഇതേപോലെ ഒരു സ്ട്രോങ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എൻട്രി എങ്ങനെ വരുന്നതാണ് നമ്മളത് ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തിരിച്ചൊരു റീടെസ്റ്റിൽ അല്ലേ, സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 9:30 ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തു. 9:45 ക്യാൻഡിൽ എന്ത് ചെയ്തു, അവിടെ പോയി റീടെസ്റ്റ് ചെയ്തു. സോ ഇതിൻ്റെ താഴെ നമ്മുടെ എൻട്രി, ഇതിൻ്റെ മുകളിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ്, നെക്സ്റ്റ് ലോ നമ്മുടെ ടാർഗറ്റ്. നെക്സ്റ്റ് ലോ എന്ന് പറയുന്നത് ഇതൊരു മേജർ ഡിമാൻഡ് സോണാണ്. അതായത് മേജർ ഡിമാൻഡ് സോൺ മീൻസ് എന്താണത്, പ്രീവിയസ് വീക്ക് ലോയും കൂടിയാണ്. സോ പ്രീവിയസ് വീക്ക് ലോ ആൻഡ് പ്രീവിയസ് വീക്ക് ഹൈ ഒബ്വിയസ്ലി അതെന്തായിരിക്കും, ഒരു മേജറായിട്ടുള്ള ഡിമാൻഡ് സോൺ ആയിരിക്കും. ആൻഡ് നിഫ്റ്റിയുടെ ഈ റേഞ്ചിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ നിഫ്റ്റി ഒരു ബ്രേക്ക് ഓർ മേക്ക് റേഞ്ചിലാണ്. ഓക്കെ, ഈ റേഞ്ച് ബ്രേക്ക് ചെയ്താൽ നിഫ്റ്റി വീണ്ടും 24,400 താഴെ പോവും. വീണ്ടും പഴയ ആ റേഞ്ചിലോട്ട് നിഫ്റ്റി പോകുന്നതായിരിക്കും. ഓക്കെ, വീണ്ടും 24,300 ഒക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സ്റ്റിൽ ഈ റേഞ്ച് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ബെറ്ററാണ്. ബട്ട് നാളെ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ ബൈയിങ് ഇല്ല. നാളെ നമ്മൾ സെൽ ഓൺ ദ റൈസ് ആണ്. ഓക്കെ, സെൽ ഓൺ ദ റൈസ്. മാർക്കറ്റ് ഈ റേഞ്ച് ക്ലിയർ ആക്കുന്നവരെ നമ്മൾ സ്റ്റിൽ സെൽ ഓൺ ദ റൈസ് ആണ്. സോ മാർക്കറ്റിന് നമുക്ക് ഈ ഒരു റേഞ്ചിലെല്ലാം കിട്ടുകയാണെങ്കിൽ, ഇതാ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്കും ഉണ്ട്. സോ ഈ ഒരു റേഞ്ചിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇതൊരു ഓർഡർ ബ്ലോക്കാണ്. നിങ്ങൾ മാർക്ക് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഇതിനകത്ത് ഓർഡർ ബ്ലോക്ക്. ഈ ഓർഡർ ബ്ലോക്ക് ഇവിടെയൊക്കെ മാർക്കറ്റിന് കിട്ടുകയാണെങ്കിൽ ഈ റേഞ്ച് ഇവിടെ ഇതിൻ്റെ മിഡ് പോയിൻ്റ് ആയാലും ഓക്കെ. 24,330ക്കും 360ക്കും ഒരു 30 പോയിൻറ്റ്സ് ഉണ്ട്. ഈ സോണിൽ മാർക്കറ്റിന് കിട്ടുകയാണെങ്കിൽ ഇവിടെ നിന്ന് സെല് ചെയ്യുക. ഇതിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ്, ഈ ലോ ടാർഗറ്റ് അല്ലെങ്കിൽ ഈ ലോ ടാർഗറ്റ്. ഓക്കെ, ഇത് നാളത്തെ ഒരു ട്രേഡിംഗ് പ്ലാനാണ്. ഓക്കെ, ഞാൻ റേഞ്ച് ഒന്നും ഈ ലാസ്റ്റ് വീഡിയോയിൽ സെയിം റേഞ്ചസ് ആണ്, ഒന്നും മാറ്റിയിട്ടില്ല അവിടെ. ഓക്കെ, അതല്ലെങ്കിൽ പിന്നെ നിഫ്റ്റി ഇതേപോലെ തന്നെ ഒരു മേജർ ബ്രേക്ക് ഡൗൺ വേണ്ടി തരട്ടെ. ഇതൊരു മേജർ ബ്രേക്ക് ഡൗൺ തന്ന് നിഫ്റ്റി ഇതേപോലെ സ്ട്രോങ് സെല്ലിംഗ് ക്യാൻഡിൽ പാറ്റേണിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എഗെയിൻ റീടെസ്റ്റ്. ഓക്കെ, എഗെയിൻ റീടെസ്റ്റ് നമ്മുടെ ഈ എന്താണ് ഡിമാൻഡ് സോൺ ബിക്കം സപ്ലൈ, അതായത് സപ്പോർട്ട് ബിക്കം റെസിസ്റ്റൻസ്. അത് ചേഞ്ച് ഇൻ പൊളാരിറ്റി. ഇവിടെ ഒരു പൊളാരിറ്റി വരികയാണെങ്കിൽ ചേഞ്ച് ഇൻ പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ മുന്നേ ഡിമാൻഡായിരുന്നു അല്ലെങ്കിൽ മുന്നേ സപ്പോർട്ടായിരുന്നു, ഇപ്പോൾ അത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ചേഞ്ച് ഇൻ പൊളാരിറ്റി എന്ന് പറയുന്നത്. കണ്ടോ, അതായത് മുന്നേ ഇത് റെസിസ്റ്റൻസ് ആയിരുന്നു, ഇപ്പോൾ അതെന്തായിട്ട് ആക്ട് ചെയ്യുന്നു, സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതെന്താണ് ചേഞ്ച് ഇൻ പൊളാരിറ്റി. ഓക്കെ, ഇതാണ് ചേഞ്ച് ഇൻ പൊളാരിറ്റി. സോ ഇവിടെ ഒരു പൊളാരിറ്റി ചേഞ്ച് വരികയാണെങ്കിൽ വീണ്ടും ഇതിൻ്റെ താഴെ പോവുകയാണെങ്കിൽ നല്ല ടാർഗറ്റ് ഉണ്ട് താഴോട്ട്. ഫസ്റ്റ് ടാർഗറ്റ് 24,358, 24,308, 24,235. സോ ഇതും ഇവിടെ വരെ ഒന്നും പോകില്ല ഒറ്റ ഡേ തന്നെ. ബട്ട് ഈ ഒരു ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ബട്ട് അവിടെ ഒരു പൊളാരിറ്റി ചേഞ്ച് വരണം, എന്നാലും മാത്രമേ ആ എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. സോ അപ്പോൾ നാളത്തെ നമ്മുടെ പ്ലാൻ എന്താണ്, സെൽ ഓൺ ദ റൈസ് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ എൻട്രി. ഓക്കെ, ഇത് രണ്ടുമാണ് നമ്മുടെ നാളത്തെ പ്ലാൻ. ഓക്കെ, സോ ഇന്ന് ഞാൻ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഗ്രൂപ്പിൽ കൊടുത്തത് ഇതിലായിരുന്നു. ഓക്കെ, പോളിസി അല്ല, ഇൻഫോ എഡ്ജ് നോക്കരിയിലായിരുന്നു. സോ സൂപ്പർ എൻട്രി നമ്മൾ ഈ റേഞ്ചിൽ 70, ഈ റേഞ്ചിൽ ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മാർക്കറ്റ് കുറച്ചുകൂടെ മുകളിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒരു 10 പോയിൻറ്റ്സ് മുകളിലോട്ട്. ബട്ട് നമ്മൾ മാക്സിമം ഈ റാലി മൊത്തം ക്യാച്ച് ചെയ്തു എന്ന് തന്നെ പറയാം. നമ്മൾ ഈ റാലി ഫുൾ ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ. നമ്മൾ ഈ റേഞ്ചിൽ നിന്നായിരുന്നു നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. സൂപ്പർ റാലി. ആൻഡ് വൺ മോർ ട്രേഡ് ഉണ്ടായിരുന്നു, ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ആ ഗ്രൂപ്പിൽ. ഓക്കെ, ഞാനൊരു ദിവസം 1 ട്രേഡേ കൊടുക്കാറുള്ളൂ. സോ
നല്ല സൂപ്പർ എൻട്രി ആയിരുന്നു അത്. ഓക്കെ, സോ നിങ്ങളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഇതിൽ ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ ഓക്കെ സ്മോൾ ലോസസ് ഒരു ഇഷ്യൂ അല്ല, അത് മെൻ്റലി നിങ്ങൾ ഇങ്ങോട്ട് ചിന്തിക്കുക വേണ്ട. കാരണം 1 ഡേ, അതായത് ആഫ്റ്റർ 2 ഡേ 500 വന്നിട്ട് തേർഡ് ഡേ അല്ലെങ്കിൽ 4th ഡേ ഒരു 2000 അല്ലെങ്കിൽ 4000 റുപ്പീസ് ഒരു പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി കവർ ചെയ്യും. നേരെ മറിച്ച് നിങ്ങൾ ആദ്യത്തെ 2 ദിവസം 4000 8000 പ്രോഫിറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് ആഫ്റ്റർ 2 ഡേ കഴിഞ്ഞിട്ട് നമ്മളൊരു എന്തിലോട്ട് വരികയാണ്, ഇതിനകത്തോട്ട് വരികയെന്ന് വെക്കുക, ഒരു പ്രോഫിറ്റിലോട്ട് വരികയെന്ന് വെക്കുക, ഒരു 200 to 2000 4000, ബട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ സ്മോൾ ലോസസ് ആൻഡ് ബിഗ് പ്രോഫിറ്റ്. ആൻഡ് ഇനി ഞാൻ ഓവർ ട്രേഡ് ചെയ്യുന്നവർക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഓവർ ട്രേഡ് ചെയ്യുന്നവർക്ക് ഞാനിവിടെ ഒരു ദന്നിലൊരു ഓപ്ഷനുണ്ട്, ആക്റ്റീവ് കിൽ സ്വിച്ച് ഫോർ അവർ ട്രേഡിങ്. ഓക്കെ, സോ ഇത് ആക്ടിവേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ട്രേഡ് ചെയ്യാൻ കഴിയില്ല എന്ന് വരെ. അന്ന് ആ ഡേ നൈറ്റ് മിഡ് നൈറ്റ് വരെ നിങ്ങൾക്ക് എന്താണ് ഒരു എൻട്രി എടുക്കാൻ കഴിയത്തില്ല. അപ്പോൾ നിങ്ങൾ ഒരു ട്രേഡ് ചെയ്യുക, പ്രോഫിറ്റ് ആണെങ്കിൽ ലോസ് ആണെങ്കിലും എടുക്കുക, എന്നിട്ട് നേരെ പോവുക കിൽ സ്വിച്ച് ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ കഴിയത്തില്ല. അപ്പം അതൊരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും കിൽ സ്വിച്ച് ആക്ടിവേറ്റ് ചെയ്ത് വെക്കൽ നിങ്ങൾക്ക്. ഓക്കെ, സോ നിങ്ങളൊരു ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ നേരെ പോയി കിൽ സ്വിച്ച് ആക്ടിവേറ്റ് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾ വിചാരിച്ചാലും ട്രേഡ് എടുക്കാൻ കഴിയത്തില്ല. ഇറ്റ്സ് ബെറ്റർ ഓപ്ഷൻ ഫോർ ഓവർ ട്രേഡിങ് ചെയ്യുന്ന ആൾക്കാർക്ക്. ഒരു എൻട്രി കഴിഞ്ഞിട്ട് വീണ്ടും എൻട്രി എടുക്കാൻ തോന്നുന്ന ആൾക്കാർക്ക് അത് പറ്റിയൊരു ഓപ്ഷനാണ്, നിങ്ങളത് ചെയ്ത് വെക്കുക. ഓക്കെ, സോ നാളത്തെ നമ്മുടെ സെൽ ഓൺ ദ റൈസ് ആൻഡ് ബ്രേക്ക് ഡൗൺ, ഇതാണ് നാളത്തെ നമ്മുടെ പ്ലാൻ. ഓക്കെ, സോ ഈ വീഡിയോ ഇഷ്ടപ്പെടുമ്പോൾ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ. താങ്ക് യു, ബൈ, ഗുഡ് നൈറ്റ്.